മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി മഹോത്സവത്തിന് ഭക്തജന തിരക്ക്. ഇടുക്കി ജില്ലയിൽ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലാണ് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിത്ര പൗർണമി നാളിൽ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1137 അടി ഉയരമുള്ള മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആയിരങ്ങളാണ് ദർശനത്തിനെത്തുന്നത്. ഈ വർഷം പ്രതികൂല കാലാവസ്ഥ മൂലം പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 6 മുതൽ ഉച്ചകഴിഞ്ഞ് 2:30 വരെ മാത്രമാണ് ഇവിടെ ദർശനം അനുവദിച്ചിരുന്നത്. കണ്ണകിയുടെയും കോവലൻ്റെയും കഥയിൽ പറയപ്പെടുന്ന മധുരാപുരി പട്ടണം ചുട്ടരിച്ചതിന് ശേഷം ദേവി കണ്ണകി എത്തിയ സ്ഥലമാണ് വണ്ണാത്തിമല എന്നറിയപ്പെടുന്ന മംഗളാദേവി ക്ഷേത്രം കുടികൊള്ളുന്ന ഈ മലനിരകൾ. ഇവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ചേരൻ ചെങ്കോട്ടനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രം പ്രാചീനമായ നിർമ്മാണ രീതിയിലുള്ള ക്ഷേത്രമാണ്. ഇതേ രീതിയിലുള്ള നിർമ്മാണം കേരളത്തിലോ തമിഴ്നാട്ടിലോ വേറെ ഒരു ക്ഷേത്രങ്ങളിലും കാണുവാനില്ല. ഇന്ന് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം. ഇവിടെ 2000 വർഷമായി തുടർന്നു വരുന്ന പൂജാ ക്രമങ്ങളും മറ്റ് അനുഷ്ഠാന കലകളും അനുഷ്ഠാന ചടങ്ങുകളും ഇന്നും തുടർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പൂജ ഇവിടെ നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്. ഇവിടെ അനുഷ്ഠാന ചടങ്ങുകൾ നടത്തുന്നത് കണ്ണകി ട്രസ്റ്റ് കേരളം ആണ് ചെയ്തു വരുന്നത്. വർഷങ്ങളായി കണ്ണകി ട്രസ്റ്റ് കേരളം ഇവിടെ പൊങ്കൽ വഴിപാട്, കുംഭകുടം, അതുപോലെ ദേവിയുടെ ഇഷ്ട വഴിപാടായ ദേവീസ്തുതികൾ ചൊല്ലുന്ന വിൽപ്പാട്ട് തുടങ്ങിയ ചടങ്ങുകൾ ഇവിടെ നടത്തി വരുന്നു. കേരളവും തമിഴ്നാടും ചേർന്നാണ് ചിത്ര പൗർണമിക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയാണ് മംഗളാദേവി എന്നാണ് വിശ്വാസം. മധുരാപുരി ചുട്ടരിച്ച കണ്ണകി ഇവിടെ എത്തിയെന്നാണ് വിശ്വാസം. കരിങ്കല്ല് ചതുരകഷ്ണങ്ങളായി അടുക്കി വെച്ച് സവിശേഷത നിറഞ്ഞ നിർമ്മാണ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദുർഘടങ്ങളേറെയുണ്ടെങ്കിലും മംഗളാദേവിയിലെത്തി ദർശനം നടത്താൻ കഴിയുന്നത് വലിയ ഭാഗ്യമായി കരുതി ഭക്തർ ചിത്ര പൗർണമി ദിനത്തിൽ മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തി.